പ്രധാനമായിട്ട് ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനമൊക്കെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടെ ഫോക്കസായി വരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ കോമെൻറ്റ് നിങ്ങൾ കേട്ടുമല്ലോ. ആദ്യം കെട്ടിടം ഉണ്ടാക്കട്ടെ, പിന്നെ നമ്മൾ മറ്റേതൊക്കെ നോക്കാം, ഫേർണിഷിങ്സൊക്കെ നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു മാധ്യമത്തിൻ്റെ അകത്തൊരു ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടാവുമായിരിക്കും. പക്ഷേ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് അവർക്ക് അറിയേണ്ടത്? കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മളുടെ ഉദ്ദേശം, എന്താണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്, ഇതിനൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ വേണ്ടത്. എന്നിട്ട് അവിടെ എത്താൻ വേണ്ടിയുള്ള എന്താ നമ്മളുടെ സംഘടന പ്രവർത്തനം, എന്താ നമ്മളുടെ ആവശ്യമുള്ള തയ്യാറാവൽ, അതിലൊക്കെയാണ് ശ്രദ്ധ. ഈ വ്യക്തികളുടെ പേര് പറയാനുള്ള സമയം ആയിട്ടില്ല എന്ന് എൻ്റെ അഭിപ്രായം സ്പഷ്ടമാണ്. എൻ്റെ അറിവിൽ വെറും ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, എല്ലാവർക്കും സൗകര്യമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഷോർട്ട് നോട്ടീസ് വിളിച്ചതായിരുന്നു. അതിൽ ഞങ്ങൾ പലരും, ഉദാഹരണം ഞാൻ ഇവിടുന്ന് ഒരു ഓൺലൈൻ വഴിക്ക് പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ടാവും ആ മീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല വേറൊരു സ്ഥലത്താണ്. 3-4 പേരിങ്ങനെ അതൃപ്തി പറഞ്ഞു. അത്ര അസൗകര്യത്തിൻ്റെ പ്രശ്നമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ എന്തായാലും കൂടേണ്ടി വരും. നമ്മൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ സമയത്ത് ശ്രദ്ധയുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ആദ്യം നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ നവംബറിൽ വരും. കഷ്ടിച്ച് 4-5 മാസത്തിനകത്ത് നിയമസഭാ ഇലക്ഷൻ വരും. അതിനുവേണ്ടി തയ്യാറാവണം. നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ എല്ലാവർക്കും അതിനാവശ്യമുള്ള നിലപാടൊക്കെ എടുക്കണം. അതിനെക്കുറിച്ച് നേരത്തെ ചർച്ച ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ വേറൊരു ദിനം നമ്മൾ കൂടും. നിർണായകമായ ഒരു ചർച്ചയായിരുന്നു. ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരാണ് അതൃപ്തി പറഞ്ഞത്. നോക്കട്ടെ, നമ്മൾ വല്ലതും ചെയ്യേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ വലിയൊരു വിവാദം ഉണ്ടാവാൻ ആവശ്യമില്ല. കാരണം ഇത് വെറും ഒരു കൺവീനിയൻസിൻ്റെ വിഷയമായിട്ടാണ് മാറി വന്നത്. പക്ഷേ നമ്മളെല്ലാവർക്കും കൂടണമെന്നൊരു ആഗ്രഹമുണ്ട്.